ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അഷ്കർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ എപ്പോഴും പോകുന്ന പോലെ ശബരിമല വനപാതയിൽ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാടിനുള്ളിലെ ഒരു പള്ളി, തോമാസ് ലീഗ സ്ഥാപിച്ചതിൽ 7.5 പള്ളികളിൽ ഒന്ന് നിലയ്ക്കൽ പള്ളി എന്ന് പറയുമ്പോൾ ശബരിമല സന്നിധാനത്തു നിന്ന് 28 കിലോമീറ്റർ മാറി കാടിനുള്ളിലാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ ആ വഴി ഒന്ന് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ വഴി കയറി ഒരു 10 മീറ്റർ പോകുമ്പം തന്നെ എന്തോ നെഗറ്റീവ് ഫീലാണ്. കാര്യം ഒട്ടും വീതിയില്ല, 2 സൈഡിൽ ഈറ്റ, ഭയങ്കര ഒരു ഹൊറർ ഫീലാണ്. പക്ഷേ ഇപ്പം ഞാൻ ഒരുപാട് വട്ടം കാട് വഴി യാത്ര ചെയ്ത എക്സ്പീരിയൻസ് ആയതുകൊണ്ടും ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഒരു ആനയൊക്കെ മുമ്പിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അതുവഴി കയറി ആ പള്ളി വരെ ഒന്ന് പോകാമെന്ന് കരുതി. അപ്പം ആനയും കണ്ടു. അപ്പോൾ നമുക്ക് ആ വീഡിയോയും ആ ഭീതിപ്പെടുത്തുന്ന റോഡും കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ പ്ലാപ്പള്ളി വഴി തന്നെയാണ് ഇന്നും അങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ ഈ റോഡിനെ പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞതുകൊണ്ട് ആവർത്തന വിരസത വരും. നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് ഒരു മുള്ളമ്പന്നിയാണ്. പലവട്ടം എൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്നാണൊന്ന് വ്യക്തമായിട്ട് എൻ്റെ ഫ്രെയിമിൽ ഇത് പതിഞ്ഞത്. നമ്മൾ ഈ റൂട്ടിൽ കൂടി രാത്രി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവരെ ആയിരിക്കാം. പക്ഷേ ഇവരെ ഒന്ന് ക്യാമറയിൽ കറക്റ്റ് ഫോക്കസ് ചെയ്ത് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്നെന്തായാലും ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. പലതവണ എൻ്റെ ക്യാമറ കണ്ണുകളിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിലും ഇന്ന് ഇവനെ എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ പറ്റിയെന്നുള്ളതാണ്. ഈ വഴി ഞാൻ പല വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഈ വഴി റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കാര്യം, ഇതുവഴി പോയാൽ എന്തെങ്കിലും കാണാൻ പറ്റും. ഇതേ കണ്ടില്ലേ, അതൊരു മരപ്പട്ടിയാണെന്ന് തോന്നുന്നു. കാര്യം പെട്ടെന്ന് അകത്തോട്ട് പോയി. ആ മരപ്പട്ടി തന്നെ. നമ്മൾ ക്യാമറ റെക്കോർഡ് ചെയ്ത് ഓടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഇതുങ്ങൾ പെട്ടെന്നായിരിക്കും ഈ കുറ്റിക്കാട്ടിലോട്ട് പോയി മറയുക. ആ മരപ്പട്ടീനെ കണ്ടതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആനപ്പിണ്ടം കിടക്കുന്നതാണ്. അതാണ് ഈ വഴി ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്തെടുക്കാനുള്ള പ്രത്യേക കാരണം. കാര്യം ഇതുവഴി പോയാൽ എന്തിനെങ്കിലും കാണാൻ പറ്റും. ആ കാണുന്ന സ്ഥലമൊക്കെ ആന തെന്നി ഇറങ്ങി വരുന്ന സ്ഥലമാണ്. കഴിഞ്ഞ പല വീഡിയോകളിലും ഞാൻ ഈ വഴിയെപ്പറ്റി വിശദീകരിച്ചിട്ട് ഈ വഴി കാണിച്ചിട്ടുമുണ്ട്. എന്നാലും നമ്മൾ എത്ര തവണ വന്നാലും കാട് നമുക്ക് തരുന്നൊരു കാഴ്ചകൾ പുതുമയുള്ളതായിരിക്കാം. കഴിഞ്ഞ വട്ടം വന്നൊരു കാഴ്ചയല്ലായിരിക്കും ഈ പ്രാവശ്യം ഞാൻ ഈ വഴി പോകുമ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ കണ്ടൻറ്റ് നിലയ്ക്കൽ പള്ളിയിലോട്ട് പോകുന്നതാണെങ്കിലും ഈ വഴി ഞാനൊന്ന് എടുത്തതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് എന്തെങ്കിലും സൈറ്റിങ്സ് പ്രതീക്ഷിച്ചാണ്. എനിക്ക് തോന്നുന്നത് നിലയ്ക്കൽ പള്ളിയിൽ ആദ്യമായിട്ട് നൈറ്റ് വ്ളോഗ് ചെയ്യുന്ന ഞാനാണെന്നാണ്. എനിക്കറിയത്തില്ല വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. കാരണം ഞാൻ യൂട്യൂബിലും ഗൂഗിളിലും എല്ലാം സെർച്ച് ചെയ്തിട്ട് കുറച്ച് പേര് രാവിലെയൊക്കെ ആ പള്ളിയെ പറ്റി വ്ളോഗ് എടുത്തിട്ടുണ്ട്. നൈറ്റ് ഒരാൾ ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. എൻ്റെ ഒരു വിശ്വാസം ഞാനാണ് ഈ ഒരു 12 മണി സമയത്തൊക്കെ അങ്ങോട്ട് യാത്ര ചെയ്ത് പോകുന്നതെന്നാണ്. ഒരു മ്ലാവ് ഇപ്പം അങ്ങോട്ട് ഓടിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞ, പെട്ടെന്നായിരിക്കും ഈ വഴി ക്രോസിങ്ങും എല്ലാം. അതുകൊണ്ട് നമ്മൾ മാക്സിമം വേഗത കുറച്ചേ വനത്തിലൂടെ യാത്ര ചെയ്യാവും. ആ ചെറിയ റോഡ് കഴിഞ്ഞ് ഇനി ശബരിമല നിലയ്ക്കൽ ഹൈവേ ആണ് നമ്മളിപ്പോൾ ചെന്ന് ഇറങ്ങുന്ന സ്ഥലം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. എന്നാലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഒന്നും കൂടി അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തു കഴിയുമ്പോൾ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനുണ്ട്. ആ ഫോറസ്റ്റ് സ്റ്റേഷനോട് ചേർന്ന് തന്നെ ഒരു ലെഫ്റ്റ് കിടപ്പുണ്ട്. അതാണ് നിലയ്ക്കൽ പള്ളി, സീതത്തോട്, ആങ്ങമൂഴിയൊക്കെ പോകുന്ന റോഡ്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ആ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ കോട ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ വഴിയിലാണെങ്കിൽ നല്ല കോടയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തു നേരെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ എന്തെങ്കിലും സൈറ്റിങ്സ് കിട്ടിയാൽ 2 മ്ലാവ് കയറി പോകുന്നുണ്ടോ അങ്ങോട്ട്. അപ്പം സൈറ്റിങ്സ് കിട്ടിയാൽ അതും കൂടി റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ച് വരുമ്പം ഇത്തിരി കോട കുറഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് ഞാൻ നേരെ തന്നെ പോവുകയാണ് കേട്ടോ. ഇത് ഈ വർഷത്തെ 2025 എൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഈ റോഡിലൂടെ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി മണ്ഡല മഹോത്സവം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ വണ്ടിയും തിരക്കും ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ മൃഗങ്ങളും എല്ലാം ഇവിടെ നിന്ന് അടുത്തുള്ള കാടുകളിലോട്ട് പോകും. അപ്പം നമ്മൾ ഇതുവഴി വന്നാൽ നല്ല തിരക്കായിരിക്കും. ഇങ്ങനെയുള്ളൊരു വിജനമായ റോഡിന് ഈ വർഷം കാണാൻ പറ്റത്തില്ല. ഇനി ഒരു ജനുവരിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ ഈ വർഷത്തെ എൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ വളവിൽ നിന്ന് വന്നൊരു കൊമ്പൻ്റെ മുമ്പിൽ സ്റ്റക്കായി പോയൊരു നിമിഷം ഉണ്ടല്ലോ, ആ ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ഒരു ഏരിയയിൽ തന്നെ ഒരു കാട്ടുപോത്തും സ്ഥിരമായിട്ട് നൈറ്റിൽ കാണാറുണ്ട്. ദേ നിങ്ങൾ ആ നേരെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ആ പുല്ലിലോട്ട് നോക്കിയാൽ 2 കണ്ണ് തിളങ്ങുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കാറിലിരുന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ലെൻസ് മാറ്റിയിട്ട് കാണിച്ചു തരാം. കണ്ടോ, അവിടെ നിന്നിരുന്ന ആളാണ്. ഞാൻ പറയാൻ വേണ്ടി വരുമായിരുന്നു, ഇതും ഒരു കാട്ടുപോത്തുള്ളൊരു സ്ഥലവും കൂടിയാണ്. ഞാൻ ഇതിനു മുമ്പ് പലവട്ടം കണ്ടിട്ടുണ്ടെന്ന്. ഇതിവിടെ സ്ഥിരമായിട്ട് കാണുന്നൊരു കാട്ടുപോത്താണ്. പ്രശ്നക്കാരനല്ല. നമ്മളായിട്ട് അങ്ങോട്ടൊരു പ്രശ്നത്തിന് ചെല്ലാതെ സൈലൻ്റായിട്ട് മാറി നിൽക്കാമെങ്കിൽ അവനൊന്നും ചെയ്യത്തില്ല. ഇപ്പം റോഡിന് നേരെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ വണ്ടി കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് അവിടെ ചവിട്ടിയിരിക്കുന്നത്. കയറി പോവുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോകാം. ഇല്ലേ നമ്മൾ അങ്ങനെ തന്നെ നിന്നാലും അറ്റാക്കിംഗ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പൊതുവേ ഇവർ ശാന്ത സ്വഭാവക്കാരാണേലും ഒറ്റയാൻ ആയിട്ടുള്ളൊരു മെയിലാണിത്. അതുകൊണ്ട് എപ്പോഴാണ്, മൃഗമാണല്ലോ, എപ്പോഴാണ് ഇവരുടെ സ്വഭാവം മാറുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊരു ശാന്തനായിട്ടുള്ളൊരു കാട്ടുപോത്താണ്. കാട്ടുപോത്തൊന്ന് കുഞ്ഞിലെ തൊട്ട് പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും എല്ലാം ഞാൻ പറഞ്ഞതാണ്, ഇത് കാട്ടുപോത്തല്ല, ഇത് കാട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ വൈൽഡ് കോർ, അതായത് പശുവനത്തിൽപ്പെട്ട ഒരു മൃഗമാണ് ഈ കാട്ടുപോത്തെന്ന് നമ്മൾ പറയുന്ന ഈ കാട്ടി. അതറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. എൻ്റെ വീഡിയോ മുമ്പ് കണ്ടവർക്ക് ഇതൊരു ആവർത്തന വിരസത തന്നെ ആയിരിക്കാം. എന്നാലും പുതിയ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തതന്നേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ഓർക്കുവേ, ചിലരുടെ വീഡിയോസ് കണ്ടില്ലേ, മറ്റുള്ളവരുടെ വീഡിയോക്ക് റിയാക്ഷൻ ചെയ്യുന്നവരുടെ വ്യൂവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ 1 ലക്ഷം 2 ലക്ഷം 1 മില്യൺ. ഞാനൊക്കെ രാത്രി ഇത്രയും റിസ്ക് എടുത്ത് 2 മണി 1 മണി സമയത്ത് ഈ കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 2000-3000 ഒക്കെയാണ്. എൻ്റെ ഏതോ ഒരു വീഡിയോ മാത്രം 77K എന്തോ ആയിട്ടുണ്ട്. ഒരുപാട് അഡ്വഞ്ചറും ഒരുപാട് റിസ്ക് ഒക്കെ എടുത്ത് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ കാണുന്നവരുടെ സപ്പോർട്ടും കമൻറ്റും ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും കേട്ടോ. അതൊരു 2 പേരാണ് കമൻറ്റ് ചെയ്തെങ്കിൽ പോലും ആ കമൻറ്റ് വായിക്കുമ്പം ഭയങ്കര ഒരു സന്തോഷമാണ്. അങ്ങനെ കാട്ടുപോത്തിനെ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് നല്ല സ്പീഡിലൊരു ട്രാവലർ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഈ കാട്ടുപോത്തിനെ കണ്ടിട്ടില്ല, നല്ല സ്പീഡിലാണ് വരുന്നത്. ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന കണ്ടപ്പോഴാണ് പുള്ളിക്ക് ഡൗട്ട് അടിച്ചത്, അവിടെ എന്തുകൊണ്ടായിരിക്കാം വണ്ടി നിർത്തി ഇട്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഇത്തിരി സ്പീഡ് കുറച്ചു. പക്ഷേ ആ കാട്ടുപോത്ത് ശരിക്കും പേടിച്ചു പോയത്. നിങ്ങൾ നോക്കിക്കോണേ, കണ്ടോ, അതിൻ്റെ തൊട്ടടുത്തു കൂടിയാണ് പോയത്. അത് ശരിക്കും വൈലൻ്റായിട്ട് നമ്മളെ നോക്കി ഒരു നിപ്പ് നിന്നു. ആ സമയത്ത് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ വണ്ടി പോയതിൻ്റെ പാനിക്കിൽ തൊട്ട് ഫ്രണ്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ഒരു അനങ്ങാതെ നിപ്പ് നമ്മൾ ഏറ്റവും കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അയ വെട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഈ അനങ്ങാതെ ഒറ്റ നിപ്പ് നിൽക്കാമെങ്കിൽ അത് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ളത്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അയ വെട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ മൈൻഡ് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ അത് പിന്നെ അവിടെ നിന്നില്ല, അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും എൻ്റെ മുന്നോട്ടുള്ള യാത്ര തുടങ്ങി. ഈ കാട്ടുപോത്ത് അകത്തോട്ട് പോയതിന് ശേഷം കുറച്ച് വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് കണ്ടത് ഇതിനടുത്ത് തന്നെ വേറൊരാളും കൂടി നിൽപ്പുണ്ട്, ഒരു മെയിലായിട്ടുള്ള മ്ലാവ്. അങ്ങനെ അതും റോഡിന് നേരെ നിൽക്കുന്നതുകൊണ്ട് ഡിസ്റ്റർബൻസ്, അതൊന്നും ചെയ്യുമെന്ന് വെച്ചല്ല, ഡിസ്റ്റർബ് ചെയ്യരുത്. അവരുടെ സ്ഥലത്ത് വന്ന് നമ്മൾ അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കുക. ഇപ്പോൾ റോഡായതുകൊണ്ട് ഞാൻ അതുവഴി പോകുന്നുണ്ടെങ്കിലും ഇപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാണ് ഈ പാതിരാത്രി അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ അങ്ങോട്ട് ചെന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും പല സ്ഥലത്തും പല മൃഗങ്ങളും ക്രോസ് ചെയ്യുന്നു, സൈഡിൽ നിൽപ്പുണ്ടെന്നാനും. പക്ഷെ ഒന്നിനും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ മാക്സിമം പതിയെയാണ് ഞാൻ പോകുന്നത്. പിന്നീടാണ് ഞാനൊരു കാര്യം ചിന്തിച്ചത്, നട തുറന്നിട്ടില്ല, മണ്ഡലകാലമല്ല, പിന്നെ ഈ ട്രാവലർ ഈ നൈറ്റ് സമയത്ത് ആൾക്കാരുമായിട്ട് എങ്ങോട്ടാണ് പോയതെന്ന്. അപ്പോൾ അതെങ്ങോട്ടാന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയുടെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്നത്തെ വീഡിയോ. വേറൊന്നും കൊണ്ടല്ല, ആ നിലക്കൽ പള്ളിയിലോട്ടുള്ള വഴിയുണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഞാൻ ഓർത്തു നമ്മൾ നേരത്തെ മുള്ളമ്മന്തിനെയൊക്കെ കണ്ടില്ലേ, അതായിരിക്കും ഈ റോഡിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന വഴിയെന്ന്. ആ വഴിയൊന്നും ഒന്നുമല്ല ഈ നിലക്കൽ പള്ളിയിലോട്ട് പോണ വഴി വെച്ച് നോക്കുവാണെങ്കിൽ. ഒട്ടും വീതിയില്ല, 2 സൈഡിലും ഫുൾ ഈറ്റ. എന്തുവാ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ കണ്ടു നോക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ, എനിക്ക് ഈ റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ആനയെ കണ്ടാലും എല്ലാം എനിക്കൊരു മനസ്സിന് ചെറിയൊരു ധൈര്യം കാണും. പക്ഷെ ആ റോഡിൽ എന്തോ
ആനയെ ഞാൻ ആ റോഡെ കണ്ടു, അതൊക്കെ ഈ വീഡിയോക്ക് പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം ഞാൻ നേരെ തിരിച്ച് ആ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അവിടെ വന്നു. ഇപ്പോൾ കോടയൊന്നും ഇല്ല, കണ്ട. എനിക്കറിയാം അവിടെ ഇടയ്ക്ക് കോട കാണാറുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ആ കോട മാറും. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മളിതേ ലെഫ്റ്റ് എടുത്ത് നേരെ സീതത്തോട്, ആങ്ങമൂഴി, നിലക്കൽ പള്ളി അങ്ങോട്ടുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ഇവിടെ മിക്കപ്പോഴും നല്ല കോടയായിരിക്കും. അങ്ങോട്ട് പോയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ചില സമയത്ത് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലത്തുള്ള കോടയായിരിക്കും. ഞാൻ ഈ വഴി പോയപ്പോഴേ വലിയൊരു മൂങ്ങ റോഡിൻ്റെ നടുക്ക് നിൽപ്പുണ്ടായിരുന്നേ. പക്ഷേ ആ സമയത്ത് എൻ്റെ ക്യാമറ ഓഫായിരുന്നു. ഓണാക്കി ഞാൻ ഫോക്കസ് ചെയ്ത് വരികയല്ല, അത് വണ്ടിയുടെ വെട്ടത്തിൽ നിന്ന് പറന്നുപോയി. പക്ഷെ അത് നല്ലൊരു വിഷ്വലായിരുന്നു. നല്ല വലിയ മൂങ്ങയായിരുന്നു. ബ്രൗൺ ഫിഷ് ഔൾ എന്നറിയപ്പെടുന്ന ഒരു ഇനത്തിൽപ്പെട്ട ഒരു കാട്ടുമൂങ്ങയാണ്. അങ്ങനെ അതെ ആ റോഡിൻ്റെ അറ്റമെത്തി. ഇതിൻ്റെ നടുക്കത്തെ കുറച്ച് ഭാഗമെല്ലാം സ്കിപ്പായി പോയി. അതാണ് ഞാൻ ആ മൂങ്ങയുടെ കാര്യം പറഞ്ഞത്. ഈ റോഡിൽ നിന്ന് നമ്മൾ റൈറ്റ് പോകുവാണെങ്കിൽ നമ്മുടെ ഗവി ടിക്കറ്റ് കൗണ്ടർ സീതത്തോട്, ലെഫ്റ്റ് പോകുവാണെങ്കിൽ ഞാൻ പറഞ്ഞ ചെറിയ വഴി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ആ വഴി. ഞാൻ പലപ്പോഴും ഇവിടെ വന്നിട്ട് പതറിപ്പോയിട്ടുണ്ട്. കാര്യം എനിക്കെന്തോ നെഗറ്റീവ് ഫീലാണ്. ആ വഴി കയറണോ എന്നുള്ളൊരു ഫീലാണ്. പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും വന്ന സ്ഥിതിക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ അതേ ബോർഡ് കണ്ടില്ലേ, അങ്ങോട്ട് സീതത്തോട്, ഇങ്ങോട്ട് നിലക്കൽ പള്ളി. ഇവിടെ നിന്ന് നമ്മൾ വണ്ടി വളച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ വഴിയുടെ ഒരു ഇപ്പം നമ്മൾ വളച്ചെടുക്കുന്ന സ്ഥലത്തൊരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, ലാസ്റ്റ് സ്ട്രീറ്റ് ലൈറ്റ്. ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അങ്ങോട്ട് നോക്കിക്കേ, ഒരു ഗുഹയുടെ ഷേപ്പിലാകുവാണ് ആ റോഡ്. പണ്ട് ഈ വഴി വളരെ മോശമായിരുന്നു. കാര്യം ഞാൻ വേറൊരു വ്ളോഗിൽ കണ്ടു, അത് മോർണിംഗ് ടൈമിലെ വ്ളോഗായിരുന്നു. അന്ന് ഇത്രയും ടാറിങ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും റോഡ് വളരെ മോശമാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ക്യാമറയുടെ ഷെയ്ക്കിങ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യത്തിൽ ക്ഷമിക്കണം. ഞാൻ മാക്സിമം ട്രൈപോഡ് നല്ല രീതിയിൽ പിടിച്ചിട്ടും റോഡിൻ്റെ ചില അറ്റകുറ്റപ്പണികളൊക്കെ ഉള്ളതുകൊണ്ട് ക്യാമറ ഷേക്ക് ആകുന്നുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, ചെറിയ ചെറിയ കട്ടറുണ്ട്. ഇപ്പം ഇത്രയും വീതിയേ ഉള്ളേ. ഇനി കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകാൻ നേരം കാടിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറി മാറി വരുമായിരുന്നു. എൻ്റെ നെഞ്ചിടിപ്പിങ്ങനെ കൂടി വരുമായിരുന്നു. ഈ സൈഡിൽ ആറാണ്, ഇപ്പുറത്തെ സൈഡിൽ ഈറ്റക്കാടും. അതുകൊണ്ട് ആനകളുടെ ഒരു സ്വൈര്യവിഹാര കേന്ദ്രം തന്നെയാണ് ഈ വഴി, പറയണ്ടല്ലോ. അപ്പം ഞാൻ ഈ പള്ളിയെപ്പറ്റി പറഞ്ഞല്ലോ, തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്ന് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു. ഈ പള്ളിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ തോമാസ് ലീഹ ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിനായി AD 52 കേരളത്തിലെ കൊടുങ്ങല്ലൂർ തുറമുഖത്ത് എത്തിച്ചേരുകയും അദ്ദേഹം സ്ഥാപിച്ചതായി കരുതപ്പെടുന്ന 7 പള്ളികളിലെ ചെറിയ പള്ളികളിൽ ഒന്നാണ് നിലക്കൽ. AD 54 നിലക്കൽ പള്ളി സ്ഥാപിക്കപ്പെട്ടെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഇതറിയാത്തവർക്ക് ഗൂഗിളിൽ സെൻറ് തോമസ് എക്യുമെനിക്കൽ ചർച്ച് നിലക്കൽ എന്നടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ വിക്കിപീഡിയ കിട്ടും. ഏകദേശം നമ്മളിപ്പം ആ ഒരു പാലമില്ലായിരുന്നോ, നമുക്ക് റൈറ്റ് സീതത്തോടും ലെഫ്റ്റ് നിലക്കലിലോട്ടും പോകണം. അവിടെ നിന്നിട്ടൊരു 2.5 കിലോമീറ്ററാണ് പള്ളി വരെ ഉള്ളത്. പക്ഷേ ആ 2.5 കിലോമീറ്ററിലോട്ടുള്ള വഴിയാണ് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ എന്തായിരിക്കും എൻ്റെ മനസ്സിലുള്ളൊരു ഫീലെന്ന്. നിങ്ങളിപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിൽ നിന്ന് മനസ്സിലായി കാണും, ആ ഒരു ട്രാവലർ പോയതല്ലാതെ ഇത്രയും നേരമായിട്ട് ഒരു വണ്ടിയോ ഒന്നും ഇതുവഴി ഒന്നും പാസ് ചെയ്തിട്ടില്ല. ഇതുവഴിയല്ല, ഹൈവേ വഴി. അപ്പോൾ ഈ വഴിയിലത്തെ കാര്യം വല്ലതും പറയാനുണ്ടോ? ഇതുവഴിയൊന്നും ഒരു വണ്ടിയും വരത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം ഉൾക്കാടുകളിൽ നിന്നും കമ്പൊടിയുന്നതും കരിയിലയിൽ കൂടി എന്തൊക്കെ ഓടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ വണ്ടിയുടെ വെട്ടത്തിൽ കാണുന്ന ഭാഗങ്ങൾ മാത്രമല്ലേ വിഷ്വൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഈ റോഡിൻ്റെ യഥാർത്ഥ ഭീകരതയുണ്ടല്ലോ, നമുക്കൊരു ഹൊറർ BGMലൊന്ന് കണ്ടു നോക്കിയാലും അപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ എന്താണ് ഇപ്പോൾ ഉള്ളൊരു ഒരു പേടിയെന്ന് വെച്ചാൽ ആദ്യമായിട്ട് വരുന്നതിൻ്റെ ആയിരിക്കും. അതൊന്ന് നമുക്കൊരു ഹൊറർ BGMലൊന്ന് കണ്ടു നോക്കാവേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഹൊറർ BGM കയറ്റിയപ്പോൾ ഒരാൾ ചോദിക്കുക, ആ ഹൊറർ BGM ആഡ് ചെയ്തതല്ലേ എന്ന്. ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് ആഡ് ചെയ്തത്. ഒരു ഹൊറർ BGM ആഡ് ചെയ്ത് ആ ഫീലിലൊന്ന് കണ്ടു നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്നിട്ടും അദ്ദേഹം കമൻറ്റ് ചെയ്തിരിക്കുകയാണ്, അത് ആഡ് ചെയ്തതല്ലേ, എന്തിനാളെ പറ്റിക്കുന്നതെന്ന്. ഞാൻ പറ്റിച്ചതല്ല, ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു റോഡിൻ്റെ ഭീകരത കണ്ടിട്ട് ജസ്റ്റ് ഒരു ഹൊറർ BGM ഇട്ട് അതൊന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്കൊന്ന് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. രാത്രി ഒറ്റയ്ക്ക് ഇതുവഴി ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീല് ഈ ഹൊറർ BGMലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു.
ഉണ്ടായിരുന്നു? ജസ്റ്റ് ഞാനൊന്ന് ഈ റോഡിൻ്റെ ഭീകരത കണ്ടപ്പം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഏതാണ്ട് നമ്മളിപ്പോൾ പള്ളി എത്താറായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മനസ്സിലെ കുറച്ച് പേടിയൊക്കെ കുറഞ്ഞു. കാരണം ഒരു 2.5 കിലോമീറ്റർ എന്നുള്ളത് ഏകദേശം ഇപ്പോൾ ഒരു 2 കിലോമീറ്ററായി. പക്ഷേ ഇപ്പം നിൽക്കുന്ന ഭാഗത്ത് നല്ല രീതിയിൽ ആനച്ചൂരും ഒരു ആനയുടെ നല്ല പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഈറ്റ നോക്കിക്കേ, 2 സൈഡിലും നേരത്തേതിനെക്കാട്ടി നല്ല തിക്കായിട്ട് നിൽക്കുക ഈറ്റ. ഈ ഒരു ഏരിയ കണ്ടോ, നേരത്തെ നമ്മൾ ഹൊറർ BGM കണ്ട ഏരിയനെക്കാട്ടി കൂടുതൽ ഒരു ഭീതിപ്പെടുത്തുന്ന ടൈപ്പ് വഴിയായി ഇപ്പോൾ. ഇവിടെയായിരുന്നു കറക്റ്റ് സത്യം പറഞ്ഞാൽ ആ BGM ആഡ് ചെയ്യേണ്ടത്. പള്ളി എത്താറായെന്ന് തോന്നുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈറ്റേൻ്റെ ഇടയിൽ കൂടി ഒരു സ്ട്രീറ്റ് ലൈറ്റ് കാണാം സൈഡിലായിട്ട്. അടുത്ത് തന്നെ കൂടി വന്നാൽ ഒരു 100 മീറ്റർ മാറിയ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കാണാം. ഒരു ട്രാൻസ്ഫോമർ കണ്ടു. അപ്പോൾ ഇവിടെയാണ് പള്ളി ഉള്ളത്. ദേ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിങ്ങിൻ്റെ സൈഡിലെ കയറ്റത്തിലാണ് പള്ളി വരുന്നത്. കാര്യം ഞാൻ ഒരു വ്ളോഗ് കണ്ടെന്ന് പറഞ്ഞില്ലേ മോർണിംഗ് ടൈമിൽ, അതിലുണ്ടായിരുന്നു ഇത് മുകളിലായിട്ട് പള്ളി ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ നേരെ കാണുന്ന ആ സ്ഥലത്ത് നിന്ന് വളഞ്ഞു കയറുന്നത് നേരെ പള്ളിയുടെ വാതിക്കലോട്ടാണ്. അവിടെ സ്റ്റേ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു കേട്ടോ. എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയത്തില്ല. ഈ ഗവിയിലൊക്കെ വെളുപ്പിനെ പോകാനുള്ളവർക്ക് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ട് പള്ളീൻ്റെ അപ്പുറത്തൊരു കോട്ടേജ് ഉണ്ട്, അവിടെ താമസിക്കാമെന്നൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞു. എനിക്ക് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. ഞാൻ അറിഞ്ഞ കാര്യം ഒന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. സെൻറ്റ് തോമസ് ചർച്ച് എക്യുമെനിക്കൽ സെൻറ്റർ. ഇവിടെ ശനിയാഴ്ച ദിവസം വന്നതുകൊണ്ട് ഇങ്ങനൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റി. ഐ ആം വെരി ലക്കി. നേരത്തെ ഒരു ട്രാവലർ വന്നെന്ന് പറഞ്ഞില്ലേ, അത് ഇങ്ങോട്ട് വന്ന വണ്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ നാളെ മാർത്തോമാ സഭയുടെ ക്യാമ്പോ മറ്റോ എന്തോ ഉണ്ട്. അതിനു വേണ്ടി ഇന്ന് തലേ ദിവസമേ വന്ന് സ്റ്റേ ചെയ്തവരുടെ വണ്ടിയാണ് ആ കിടക്കുന്ന 2 ട്രാവലർ. പള്ളിയും തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാച്ചർ എന്നോട് വന്ന് ചോദിച്ചു, വാച്ചറാണോ എന്നറിയില്ല, ഇവിടെയുള്ള ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു എന്താ രാത്രി വന്നത്, ഞാൻ വ്ളോഗ് എടുക്കാൻ വന്നതെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കുരിശിൻ്റെ അവിടെ ആന ഉണ്ടായിരുന്നു, കുരിശടീൻ്റെ അവിടെ കണ്ടോയെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പള്ളിയുടെ അകമൊക്കെ ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. നല്ല രീതിയിലാണ് പെരുമാറിയത്. അപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു വ്ളോഗ് എടുക്കാനാണെങ്കിലും. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ സൂക്ഷിച്ച് പോകണം, ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരുപാട് ഗൂഗിളിലും എല്ലാം സെർച്ച് ചെയ്തു. നിലക്കൽ ചർച്ച് നൈറ്റ് വ്യൂ, നൈറ്റ് വ്ളോഗ് ഒന്നും കിട്ടിയില്ല. എല്ലാം മോർണിംഗ് ടൈമിലായിരുന്നു. ഇതാണ് നിലക്കൽ പള്ളിയുടെ നൈറ്റ് വ്യൂ. അപ്പോൾ അങ്ങനെ കാടിനുള്ളിൽ നിലക്കൽ പള്ളിയിലെത്തി. നിങ്ങൾ കണ്ടല്ലോ, നല്ല പേടിപ്പെടുത്തുന്ന വഴിയായിരുന്നു ശരിക്കും. ആദ്യം ഞാൻ വിചാരിച്ച പ്ലാപ്പള്ളിയിൽ ആ ചെറിയ റോഡാണ് ഏറ്റവും ഭീകരതയേറിയ വഴി. പക്ഷെ ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഫുൾ ഈറ്റയായിരുന്നു. നല്ല ആനച്ചൂരും വഴി നിറയെ പിണ്ടവുമായിരുന്നു. ശരിക്കും ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു യാത്രയായിരുന്നു ഇങ്ങോട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പം ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് കുർബാനക്കൊക്കെ കുറച്ച് ആളുകളും വെട്ടവും വണ്ടിയൊക്കെ കണ്ടപ്പോഴാണ് സമാധാനമായി. ഇപ്പോൾ ഏകദേശം രാത്രി 1 മണിയായി. ഇവിടെ നിന്ന് തിരിച്ചും ഒറ്റക്കൊരു യാത്രയുണ്ട്. ഇനി അതിലെന്തൊക്കെയാണോ നമുക്ക് കാണാം. ഈ കാണുന്ന കുരിശിൻ്റെ അവിടെയാണ് ആനയെ കണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നമ്മൾ കണ്ടില്ല. അപ്പം നമ്മളിനി തിരിച്ച് അതേ വഴിയിലൂടെ യാത്ര തിരിക്കുകയാണ്. ഇപ്പോൾ ഈ പള്ളി വരെ വന്നിട്ട് തിരിച്ചു പോകുന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്ന അത്രയും ഒരു പേടിപ്പെടുത്തലും ഇതൊന്നും മനസ്സിലില്ല കേട്ടോ. പക്ഷെ പോകുന്ന വഴി എന്തെങ്കിലും കാണുമോ എന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഒച്ച കേട്ട് സൈഡിലോട്ട് ശ്രദ്ധിച്ചത്. അവിടെ ഒരു കൂട്ടം ആന തന്നെ ഉണ്ടായിരുന്നു ആ കുരിശിൻ്റെ അടുത്ത്. പക്ഷെ എനിക്ക് അത്ര വ്യക്തമായിട്ട് കാണാൻ വയ്യ. കാര്യം എന്ന് വെച്ചാൽ ആന എൻ്റെ ഒരുപാട് അടുത്തായി പോയതുകൊണ്ട് എൻ്റെ ക്യാമറയിൽ ഇത്തിരി ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നെ കറക്റ്റ് എനിക്ക് ഫോക്കസ് ചെയ്യായിരുന്നു. ഇതടുത്തും ആ ഫ്രണ്ടിൽ ആ മരത്തിൻ്റെ കൊമ്പും നിൽക്കുന്നത് കൊണ്ട് എനിക്ക് കറക്റ്റ് അത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരാനയല്ല കേട്ടോ, 7 ആനയോ മറ്റോ എന്തോ ഉണ്ട്. പക്ഷെ വണ്ടിയുടെ വെട്ടത്തിൽ 2 എണ്ണം ഉണ്ട്. ഒരു കുട്ടിയാന ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്തെ സൈഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഞാനിത് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മരം കുലുങ്ങുന്നത് കണ്ടാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഈ ആന മരത്തിൽ വന്ന് ദേഹം ചൊറിയുമ്പോൾ മരം ഇങ്ങനെ കുലുങ്ങുമല്ലോ, അങ്ങനെയാണ് ഞാൻ അവിടെ ആനയുണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ തിരിച്ചതേ പോകുന്ന വഴി ഒരു മ്ലാവും കൂട്ടത്തെ കണ്ടു. മ്ലാവിൻ്റെ കഴുത്തിലെ മുറിവിനെ പറ്റിയൊക്കെ, അതെന്താണ് ആ മുറിവ് ഉണ്ടാകുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ കയറി കാണണം. അപ്പം തിരിച്ച് യാത്ര തിരിക്കുന്നതിൻ്റെ ഇടക്കാണ് വേറൊരാളെ കണ്ടുമുട്ടിയത്. അതാണ് കൂരമാൻ. നൈറ്റ് മാത്രം വളരെ റയറായിട്ട് കാണുന്ന മാൻ വർഗത്തിലെ ഏറ്റവും ചെറിയ മാൻ. മൗസ് ഡിയർ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ കാണാം, കൂരമാൻ ഓർ മൗസ് ഡിയർ. അപ്പം ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിച്ച് തിരിച്ചു പോകാമെന്നും പറഞ്ഞ് യാത്ര തിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്നപ്പോൾ കാണാത്ത പല കാഴ്ചകളും തിരിച്ചു പോരുമ്പം കാണുക. എന്താണെന്ന് വെച്ചാൽ
ഞാൻ അങ്ങോട്ട് പോയ അതേ വഴിയാണ് കേട്ടോ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. പക്ഷെ മരക്കൊമ്പുകൾ ഒടിഞ്ഞു കിടക്കുന്നു, റോഡിൻ്റെ നടുക്ക് മരം മറിച്ചിട്ടിരിക്കുന്നു. അങ്ങോട്ട് പോയപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഈ പോയ അരമണിക്കൂർ ഗ്യാപ്പിൽ ഇവിടെ ഉണ്ടായ സംഭവങ്ങളാണ്. ഇതാണ് കാടിൻ്റെ ഒരു സ്വഭാവം. ചിലപ്പോൾ ഇത് ആന മറിച്ചിട്ടതായിരിക്കാം, ചിലപ്പോൾ കാറ്റത്ത് തന്നെ വീണതായിരിക്കാം. എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. ഇതാണ് കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ മാക്സിമം വേഗത കുറച്ചും മൃഗങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെയും എല്ലാം യാത്ര ചെയ്യണമെന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് പ്ലാസ്റ്റിക് കാട്ടിൽ വലിച്ചിടാതിരിക്കുക. കാര്യം ഞാൻ കണ്ണുകൊണ്ട് കണ്ടൊരു കാഴ്ചയാണ് ഒരാന പ്ലാസ്റ്റിക് തുമ്പിക്കൈ കൊണ്ടെടുത്ത് ചവക്കുന്നത്. കാര്യം അതെന്തോ ഫുഡ് സാധനത്തിൻ്റെ പ്ലാസ്റ്റിക് ആയിരുന്നു, അപ്പോൾ ആ സ്മെല്ല് കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അപ്പോഴത്തൊരു ഇതിനു വേണ്ടി അത് വലിച്ചെറിയുന്നതാണേലും ആ ആനക്കത് ഭാവിയിൽ എന്തോരം ദോഷം ചെയ്യുമെന്നറിയുമോ? അടുത്ത മരം, ഈ മരം വീണ് കിടക്കുന്ന കാണുമ്പോൾ അച്ചൻകോവിൽ ഫോറസ്റ്റിൽ ഞാൻ രാത്രി 12 മണിക്ക് കുടുങ്ങിപ്പോയതും ലാസ്റ്റ് ഫോറസ്റ്റുകാർ വന്ന് രക്ഷിച്ചതും, അതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ വ്ളോഗൊക്കെ ഞാൻ ഇതിലിട്ടിട്ട് 5000 പേരാണ് കണ്ടത്. പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞത് അതൊക്കെ ഒരുപാട് റീച്ച് കിട്ടുമെന്നാണ്. കാര്യം അത്രയും വലിയൊരു അന്ന് രാത്രി ഞാൻ അതിനും വേണ്ടി ടെൻഷൻ അടിക്കുകയെല്ലാം ചെയ്തൊരു വീഡിയോയാണ്. പക്ഷെ അതിനൊന്നും എനിക്ക് റീച്ച് കിട്ടിയില്ല. അപ്പം കാണാത്തവരുണ്ട് ആ വീഡിയോ ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഗവിയിലെ ഒരു ദിവസത്തെ പാക്കേജിനെ കുറിച്ചാണ്. ഞാൻ ഓൾറെഡി എഡിറ്റിങ്ങിലാണ്, അപ്പോൾ ഉടനെ ആ വീഡിയോ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആ ഒരു പോസിറ്റീവ് കമൻറ്റ് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു പ്രത്യേക സന്തോഷം തന്നെ. നല്ല നിലാവുണ്ട്, ചന്ദ്രനെ കണ്ടില്ലേ? ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ രാത്രി കിട്ടുക എന്ന് പറഞ്ഞാൽ, അതും കാട്ടിൽ. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ചന്ദ്രനെ കാണാം, പക്ഷെ കാട്ടിൽ ആ മരങ്ങൾക്കിടയിലൂടെയൊക്കെ കാണുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അടുത്ത വീഡിയോയിൽ കാണാം.